പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണന്റെ പണമിടപാട് വിവരങ്ങൾ രേഖപ്പെടുത്തിയ 2 ഡയറികൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഡയറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആർക്ക് കൊടുത്തു, ആർക്ക് കിട്ടി എന്നുള്ള വിവരങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ഈ അനന്തുകൃഷ്ണൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അനന്തമായ സാധ്യതകൾ എപ്പോഴും പരീക്ഷിക്കുന്ന ഒരു കക്ഷിയാണ്. തട്ടിപ്പിലായാലും അനന്ത സാധ്യത പരീക്ഷിച്ചു, കണക്കെടുത്തിലായാലും അദ്ദേഹം അത് പരീക്ഷിച്ചു. മൂവാറ്റുപുഴയിലെ പായ്പ്രയിലെ ഓഫീസിൽ നിന്നാണ് ഈ 2 ഡയറികളും പോലീസ് കണ്ടെടുത്തത്. അനന്തുകൃഷ്ണൻ വാങ്ങിയ ഭൂമിയുടെ ആധാരങ്ങൾ കസ്റ്റഡിയിലെടുത്ത് ക്രയവിക്രയ സാധ്യതകളൊക്കെ തള്ളിക്കളയാൻ വേണ്ടി അന്വേഷണ സംഘം അത് മരവിപ്പിക്കാൻ തീരുമാനിച്ചു. ഫ്രീസ് ചെയ്യും. അനന്തുകൃഷ്ണനെ ഇന്ന് കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൊച്ചിയിൽ നിന്ന് തനേഷ് തമ്പി കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ തത്സമയം ചേരുകയാണ്. തനേഷ്, ഗുഡ് മോർണിംഗ്. തനേഷ്, യഥാർത്ഥ ഈ അനന്തുകൃഷ്ണൻ ഒരു പ്രതിഭാവിലാസം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാര്യം ഇത്രയധികം ആൾക്കാരെ ഒന്നടങ്കം പറ്റിച്ച് അദ്ദേഹം പൈസ ഉണ്ടാക്കിയല്ലോ. ഗുഡ് മോർണിംഗ് SKN. എത്ര കൊണ്ടാലും പഠിക്കില്ല മലയാളികൾ എന്ന് പറയുന്നത് പോലെയാണ് ഈ തട്ടിപ്പ്. 40,000 പേർക്ക് സ്കൂട്ടർ വിതരണം ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്താണ് ഈ അനന്തുകൃഷ്ണൻ ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ 18,000 പേർക്ക് മാത്രമാണ് സ്കൂട്ടർ പാതി വിലയ്ക്ക് നൽകിയത്. ബാക്കിയുള്ള പണം മുഴുവൻ ഈ അനന്തുകൃഷ്ണൻ്റെ അക്കൗണ്ടുകളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസിൽ നിന്ന് നമുക്ക് ഈ കേസിൽ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ആ നിലയിൽ ഈ കേസ് ഒരു വളരെ കൗതുകകരവും അതേസമയം തന്നെ മലയാളികളുടെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ വെളിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ മൂവാറ്റുപുഴയിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവെടുപ്പ് നടത്തിയിരുന്നു. കസ്റ്റഡി കാലാവധി നാളെയാണ് സമാപിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് എറണാകുളത്തെ വീട്ടിലും ഓഫീസിലുമായിരിക്കും പ്രധാനമായും ഈ തെളിവെടുപ്പ് നടത്തുക. ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് 2 ഡയറികൾ കണ്ടെത്തിയത്. ഈ 2 ഡയറികളിൽ പണം ആർക്കൊക്കെ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ആരിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് എന്നതൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതാരൊക്കെ, അതിൽ എത്ര പ്രമുഖരുണ്ട് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് വൈകാതെ തന്നെ ഉത്തരം ലഭിക്കും. നേരത്തെ തന്നെ ഇടുക്കി ജില്ലയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരമൊക്കെ പുറത്തു വന്നിരുന്നു. ആ നിലയിൽ കൂടുതൽ ആളുകളുടെ പേരുകൾ, പ്രമുഖരുടെ പേരുകൾ ഇതിലുണ്ടാകുമോ എന്നുള്ളൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ ഫ്രീസ് ചെയ്യുന്നതിനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ആ നിലയിൽ എല്ലാ വശത്തു നിന്നും സാമ്പത്തികമായി ഈ അനന്തുകൃഷ്ണൻ്റെ ഇടപാടുകൾ പൂട്ടാൻ ഉള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് പരാതികൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് എറണാകുളത്തെ ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ നീണ്ട നിര ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടത്. അവർ കൂടുതൽ പരാതികൾ, പോലീസ് തന്നെ വലിയ ആശയക്കുഴപ്പത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്രയും അധികം SFIRകൾ ഇടുകയാണെങ്കിൽ അതിനിപ്പോഴുള്ള സേനാബലം പോരാ എന്നതടക്കമുള്ള അടക്കം പറച്ചിലുകൾ പോലീസ് സേനയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ആ നിലയിൽ സംസ്ഥാനമുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ തട്ടിപ്പ് ശൃംഖലയായി ഈ അനന്തുകൃഷ്ണന്റെ സംവിധാനം മാറിയിരിക്കുന്നു. അതിനെ പൂട്ടാനുള്ള എല്ലാ വഴികളും തേടുകയാണ് ഇപ്പോൾ പോലീസ്. ഓക്കെ, താങ്ക് യു. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അനന്തകൃഷ്ണന്റെ തട്ടിപ്പിന് വിധേയമായ ആളുകൾ കൂടുതൽ ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. ഈ പാതിവില തട്ടിപ്പെന്ന് കേൾക്കുമ്പോൾ എന്താണ് ഈ തട്ടിപ്പിന് ഇങ്ങനെ ഒരു പേര് തന്നെ വളരെ അപൂർവമാണ്. അതായത് ഒരു സാധനം നിങ്ങൾക്ക് പകുതി വില കൊടുത്താൽ കിട്ടുമെന്ന അപൂർവമായ സ്ഥിതിവിശേഷമായിട്ടാണ് ഈ അനന്തകൃഷ്ണൻ രംഗത്തിറങ്ങിയത്. ഒരുപാട് പേർ ഇതിനകത്ത് കമഴ്ന്നടിച്ചു വീണു. കമഴ്ന്നടിച്ചവരുടെ എല്ലാം കാശുപോയി. എന്നാൽ കുറച്ച് ആൾക്കാർക്കൊക്കെ സാധനം കിട്ടിയെന്നും പറയുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ കിണറ്റി വീണ അവൻ്റെ മുകളിൽ നമ്മൾ കല്ല് പിടിച്ചിടും എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമാണ്.